السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. മഹാനായ അഹ്മദ് ബിൻ അതാഇല്ലാഹി സിക്കന്ദരി റഹിമഹുല്ലാ തങ്ങളുടെ ഹിക്മുൽ അതാഇയ്യ, അതിലടുത്തൊരു ഹിക്മത്തിലേക്ക്, മല്ലം യഷ്കുരിൻ നിഅമ ഫഖദ് തഅറള ലിസവാലിഹ വമൻ ശകറഹ ഫഖദ് ഖയ്യദഹ ബിഇഖാലിഹ. ഒരാൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാത്ത ഒരാൾ, ഫഖദ് തഅറള അവൻ വെളിവായിരിക്കുന്നു, ലിസവാലിഹ ആ നിഅമത്ത് നീങ്ങിപ്പോകാൻ വെളിവായിരിക്കുന്നു, അല്ലെങ്കിൽ അതിനൊരു നിമിത്തമായിരിക്കുന്നു അത്. വമൻ ശകറഹ നിഅമത്തുകൾക്ക് നന്ദി പറഞ്ഞാൽ, നന്ദി ചെയ്താൽ, ഫഖദ് ഖയ്യദഹ അവൻ അതിനെ ബന്ധിച്ചിരിക്കുന്നു, ബിഇഖാലിഹ അതിൻ്റെ കയറുകൊണ്ട്. ഇഖാൽ ഖയ്യദ എന്നൊക്കെ പറയില്ലേ. ഇൽമു സയ്യിദുൻ വൽ കിതാബത്തു ഖയ്ദുഹു, ഖയ്യിദ് എന്ന് പറയാറുണ്ടല്ലോ. ഖയ്യിദ് ഉലൂമക ബിൽ ഹിബാലിൽ വാസിഖ. അപ്പോൾ തഖയ്യിദുൽ ഇൽമ്, ഇൽമിനെ ബന്ധിച്ചു വെക്കുക, കയറുകൊണ്ട് ബന്ധിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ അത് എഴുതി മനപ്പാടം എഴുതി വെക്കുക, സൂക്ഷിച്ചു വെക്കുക. അതുപോലെ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്താൽ, ശുക്ർ ചെയ്യുക എന്നുള്ളത് ആ അനുഗ്രഹങ്ങളെ ബന്ധിച്ചു വെക്കലാണ്. പറഞ്ഞാൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് നിലനിർത്തി തരും. ആ അനുഗ്രഹങ്ങൾ ഇല്ലേ അത് നീങ്ങാനുള്ള കാരണമാണ് നിഅമത്തുകൾക്ക് നന്ദി ചെയ്യാതിരിക്കുക എന്നുള്ളത്. ഖുർആനിൽ സ്പഷ്ടമായി പറഞ്ഞതാണല്ലോ, ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. അല്ലാഹു ഓരോ അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി പ്രകടിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. നന്ദി പ്രകടിപ്പിക്കണം എന്ന് അല്ലാഹു നമ്മിൽ നിന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ നന്ദി പ്രകടിപ്പിച്ചാൽ അതിനനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അധികമാക്കി തരും. വലഇൻ കഫർതും നിങ്ങൾ നന്ദികേട് കാണിക്കുകയാണെങ്കിൽ ഇന്ന അദാബി ലശദീദ്. ഓക്കെ, അപ്പോൾ ഏതാണെങ്കിലും, എന്തനുഗ്രഹങ്ങളാണെങ്കിലും, കണ്ണ്, കയ്യ്, സമ്പത്ത്, ഇൽമു പഠിക്കാനുള്ള അവസരങ്ങൾ, ഒരു നാട്ടിലേക്ക് യാത്ര പോകാനുള്ള അവസരങ്ങൾ, ആരോഗ്യം, ഇങ്ങനെ തുടങ്ങി പല കാര്യങ്ങളും എല്ലാം അനുഗ്രഹങ്ങളാണ്. ആ അനുഗ്രഹത്തിന് നന്ദി ചെയ്യുക എന്നുള്ളത് അത് മറ്റൊരു അനുഗ്രഹമാണ്. നമ്മൾ പലതവണ പറഞ്ഞതാണ്, നന്ദി പൂർണ്ണമാവില്ല. ഏതായാലും നന്ദി ചെയ്യുക, ഒരു മനുഷ്യന് സാധിക്കുന്ന രൂപത്തിലൊക്കെ നന്ദി ചെയ്യുക എന്നുള്ളത് അവൻ്റെ ബാധ്യതയാണ്. നന്ദി ചെയ്യുക എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ അല്ലെങ്കിൽ അശ്ശുക്രുലില്ലാ എന്ന് നാവ് കൊണ്ട് പറയൽ മാത്രമല്ല, 3 രൂപത്തിൽ നന്ദി വേണം: ഹൃദയം, നാവ്, പ്രവർത്തനം. മനസ്സാ വാചാ കർമ്മണ എന്ന് പറയുന്ന പോലെ ഹൃദയം കൊണ്ട് ഇത് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നാണ് എന്നുള്ളൊരു അംഗീകാരം മനുഷ്യന് നൽകണം. സമ്പത്ത് കിട്ടുമ്പോൾ സമ്പത്ത് തന്നല്ലോ, അതിൻ്റെ ഞാനിങ്ങനെ ജോലി എടുത്തതുകൊണ്ട് അങ്ങനെ കിട്ടി, അങ്ങനെ കുറേ ജോലി ചെയ്തതുകൊണ്ട് കുറച്ച് സമ്പത്ത് കിട്ടി, അതുകൊണ്ട് ഇങ്ങൊരു അടുത്തൊരു പരണ്ടാക്കുക, അല്ലെങ്കിൽ അടുത്തൊരു വാഹനം വാങ്ങുക, മറ്റു എന്തെങ്കിലും ഏർപ്പാടുകൾ ആലോചിക്കുക. അങ്ങനെയല്ല, അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ ആദ്യമായിട്ട് അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കണം. ഇത് അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് കിട്ടിയ നിയമത്താണല്ലോ, അൽഹംദുലില്ലാ. ആ മനസ്സുകൊണ്ടുള്ള അംഗീകാരം. ഏത് കാര്യവും അങ്ങനെ തന്നെ. നമ്മളൊരു ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തിനുള്ള രുചി നമുക്ക് വരുന്നുണ്ടെങ്കിൽ, ഒരു യാത്ര പോകുമ്പോൾ യാത്രക്കുള്ള ആരോഗ്യം നമ്മുടെ ശരീരത്തിനുണ്ടെങ്കിൽ, എല്ലാം തുടങ്ങി രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് എഴുന്നേൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അൽഹംദുലില്ലാ അല്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ. ഇതേ ഉറക്കത്തിൽ നിന്ന് പല ആൾക്കാർ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാൻ എഴുന്നേറ്റിരുന്നു, ഈ രാവിലത്തെ ഈ ഉറക്കത്തിൽ എഴുന്നേൽക്കാതിരിക്കാൻ വിധിക്കപ്പെട്ട, അല്ലെങ്കിൽ എഴുന്നേൽക്കാൻ സാധിക്കാത്ത ധാരാളം ആളുകൾ ലോകത്തിൻ്റെ വിവിധ കോണുകളിലുണ്ട്. ആ കൂട്ടത്തിൽ എന്നെ പെടുത്തിയില്ല, ഞാൻ ഇന്ന് എഴുന്നേറ്റിരുന്നിട്ടുണ്ട്. കുറേ ആൾക്കാർ ആ ഉറക്കത്തിൽ മരണപ്പെട്ടിട്ടുണ്ടാകും. അല്ലെങ്കിൽ രോഗം കാരണത്താൽ എഴുന്നേൽക്കാൻ സാധിക്കാത്ത യുവാക്കളും മറ്റു വൃദ്ധരും പല ആൾക്കാരുണ്ടാവും. അതിൽപ്പെട്ടില്ല, അൽഹംദുലില്ലാ. ഒരു മനസ്സുകൊണ്ടുള്ള, അതുപോലെ തന്നെ നാവ് കൊണ്ടും വേണം എല്ലായിടത്തും, അല്ലേ?
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ടല്ലോ, നിൻ്റെ നാവ് റത്തുബൻ ബിൽ ദിക്രില്ല, എപ്പോഴും ഇങ്ങനെ നനഞ്ഞുകൊണ്ടിരിക്കുക അള്ളാഹുവിൻ്റെ ദിക്ർ കൊണ്ട്, സ്മരണ കൊണ്ട്. അതൊരു വലിയ ഇബാദത്താണ്. അതേപോലെ തന്നെ വഅമൽ, പ്രവർത്തനത്തിലും ശുക്ർ വേണം. അള്ളാഹു ഒരു കാര്യം നമുക്ക് എന്തിനാണ് തന്നിട്ടുള്ളത്, ആ ലക്ഷ്യത്തിന് വേണ്ടി നമ്മുടെ പ്രവർത്തനങ്ങൾ വരിക. കാല് തന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നല്ല കാര്യങ്ങളിലേക്ക് നടന്നെടുക്കാൻ എന്ന ലക്ഷ്യമാണെങ്കിൽ ആ ലക്ഷ്യത്തിൽ മാത്രം ഈ കാലിനെ വിനിയോഗിക്കുക. കണ്ണിനെ, ബുദ്ധിയെ, ചിന്തയെ, സമയത്തെ, നമ്മൾ സമയത്തെ പല രൂപത്തിൽ ഉപയോഗിക്കും. വെറുതെ വീഡിയോകൾ കണ്ടും സോഷ്യൽ മീഡിയകളിൽ ഇരുന്നും മറ്റൊക്കെ ചിലവഴിക്കുന്നു. എങ്കിൽ അത് അനാവശ്യമായൊരു പ്രവർത്തനത്തിലേക്കാണ് നമ്മൾ തിരിയുന്നതെങ്കിൽ അത് ശുക്രല്ല. ആ നമ്മുടെ ഒരു അവയവം അല്ലെങ്കിൽ നമ്മുടെ ചിന്ത, നമ്മുടെ സമയം, നമ്മുടെ ബുദ്ധി, ഇതിനൊക്കെ കൊടുക്കുന്ന കണ്ണ്, പല കാര്യങ്ങളും അതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇതിനൊന്നും നമ്മൾ കൊടുക്കുന്ന ശുക്രല്ല, കുഫ്രാനാണ്, നന്ദികേടാണ്. അതില്ലാതാവുക എന്നുള്ളതാണ് പ്രധാനം. മാത്രമല്ല ഇതിലുള്ളൊരു മറ്റൊരു ഹിക്മത്ത്, അല്ലെങ്കിൽ ഈ ഹിക്മത്തിൻ്റെ ഉള്ളിൽ തന്നെ മറഞ്ഞു കിടക്കുന്ന ഒരു ലത്തീഫ, നന്ദികേട് ചെയ്താൽ ഫഖത്ത് തഅറള ലിസവാലിഹ, അത് നീങ്ങിപ്പോകാൻ കാരണമാകും. എന്നാൽ നന്മ ചെയ്താൽ ഫഖത്ത് ഖയ്യദഹ ബിഇഖാലിഹ, നീങ്ങിപ്പോകുന്നല്ല പറഞ്ഞത്, നീങ്ങിപ്പോകാൻ കാരണമായിരിക്കുന്നു. മറ്റേത് ഖയ്യദ, ഉറപ്പിച്ചു വെച്ചിരിക്കുന്നു. ഉറപ്പിച്ചു വെക്കാൻ കാരണമാകുന്നതാണോ? അല്ല. അപ്പോൾ ശുക്ർ ചെയ്താൽ ജസാ ലഭിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലം ലഭിക്കുക എന്നുള്ളത് ഉറപ്പാണ്. മറ്റേത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലപ്പോൾ നീക്കിയേക്കാം, അല്ലെങ്കിൽ നീക്കാതിരുന്നേക്കാം. അള്ളാഹുവിൻ്റെ റഹ്മത്തും നിഅമത്തും ഒക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ലഇൻ ശകർതും ലഅസീദന്നകും, അല്ലേ? ഏറ്റവും വലിയ ഇതൊക്കെ ഇട്ട് കണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ലഅസീദന്നകും. മാത്രമല്ല ഇത് ഇങ്ങനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യൻ നിയമത്ത് ചെയ്തു കൊടുത്താൽ ആ നിയമത്ത് ചെയ്തു കൊടുക്കുക എന്നുള്ളതിൻ്റെ ഏറ്റവും ചെറിയ മർത്തബയാണ്, ചെറിയൊരു ഘട്ടമാണ് അതിനെ തൊട്ട് അവഗണിക്കുക എന്നുള്ളത്. ഒരു നിയമത്ത് ചെയ്തു കൊടുത്താൽ ആ നിയമത്തിനെ ധിക്കരിക്കുന്ന പല രൂപങ്ങളുണ്ടാവും. ചില ആളുകൾ അള്ളാഹുവിനെ തന്നെ പൂർണ്ണമായിട്ടും നിസ്സാരവൽക്കരിക്കുന്ന ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ ഇതൊന്നും അള്ളാഹു ചെയ്തതൊന്നും അതല്ല എന്നുള്ള നിഷേധഭാവത്തിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. ഇതൊക്കെ ഒരു നിയമത്താണോ എന്നുള്ള രൂപത്തിൽ ഇസ്തിഹ്കാർ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. നമ്മിൽ നിന്ന് പലപ്പോഴും ഉണ്ടാവൽ അങ്ങനെ ആയിരിക്കൂല. എന്ന് പറഞ്ഞാൽ നമ്മൾക്കിത് അള്ളാഹുവിനെ നിസ്സാരവൽക്കരിക്കണം, അള്ളാഹുവിനെ നിയമത്തിനെ തള്ളിപ്പറയണം എന്നുള്ള ഉദ്ദേശമൊന്നും ഉണ്ടാവില്ല. മറിച്ച് നമ്മളൊരു ഗഫലത്തിൽ ആ നിയമത്തുകളെ കുറിച്ച് ചിന്തിക്കാനോ മറ്റോ ഒരു സമയം കണ്ടെത്തൂല, അല്ലെങ്കിൽ നമ്മളതിനൊരു മുന്നിടൂല, അല്ലെങ്കിൽ മുന്നിടാൻ നമുക്ക് തോന്നൂല. അല്ലാതെ അള്ളാഹുവിനെ ധിക്കരിച്ചിട്ടോ അല്ലെങ്കിൽ നിഷേധാത്മക രൂപത്തിലോ ഒന്നും ആവില്ല. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തെന്ന നിയമത്താണ് എന്ന്, അല്ലേ? നമുക്ക് എപ്പോഴും അങ്ങനെ ആയിരിക്കും. പ്രത്യേകിച്ച് അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അള്ളാഹുവിനെ ഓർക്കും. അനുഗ്രഹങ്ങൾ ലഭിച്ചാൽ ഭയങ്കര ജോലി ലഭിച്ചു, ആ ജോലി കൊണ്ട് കുറേ സമ്പത്ത് ലഭിച്ചു, അല്ലെങ്കിൽ എന്തോ പട്ടെ നമ്മൾക്കൊരു സ്ഥാപനത്തിലൊരു ഒരു അഡ്മിഷൻ ലഭിച്ചു, ഒരു വിജ്ഞാനത്തിന് ഒരവസരം ലഭിച്ചു. നമ്മൾ എന്താ ചിന്തിക്കുക? നമ്മൾ കുറേ പരിശ്രമിച്ചു, നമ്മുടെ ഇങ്ങനെ ഉള്ള സമയങ്ങളൊക്കെ ഇതിന് ചിലവഴിച്ചു, അതുകൊണ്ട് നമ്മൾക്ക് കിട്ടി, അത് നമ്മൾ ആഘോഷിക്കുക. അല്ലാതെ ആ സമയത്തുനിന്നൊരു അനുഗ്രഹം, എന്തെങ്കിലും ഒരു മത്സരത്തിൽ നമ്മൾക്ക് എന്തെങ്കിലും ലഭിച്ചാൽ ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ളൊരു ശുക്ർ, അതിന് ചിലപ്പോൾ നമ്മുടെ മനസ്സണ് പോവില്ല. ഞാൻ പറഞ്ഞത് അത് പാകപ്പെടാതിരിക്കുന്നത് ചിലപ്പോൾ നിഷേധ രൂപത്തിലൊന്നും ആവില്ല. അപ്പോൾ ഈ അതിനാ മർത്തബത്തിൽ കുഫ്രാനാണ് ഇതിനെ തൊട്ട് അവഗണിക്കുക എന്നുള്ളത്. പറഞ്ഞാൽ ഒരു നിഷേധ ഭാവത്തിലല്ലാതെ അവഗണിക്കുക എന്നുള്ളത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്ന
ഒരു ഉണർത്തലാണെന്ത് ആ നിയമത്തിൻ്റെ ഒരു പിടിച്ചുവെക്കൽ. യഥാർത്ഥത്തിൽ നിയമത്ത് നീക്കിക്കളയുക എന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു നിയമത്താണ്, ലുത്തുഫാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നത് കാണാം. അതെങ്ങനെ? നമ്മൾ ഒരു കാര്യം, ഒരു സമ്പത്ത്, ആ സമ്പത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട്, ആ സമ്പത്ത് ധാരാളം സമ്പത്ത് നമുക്ക് ലഭിക്കുന്നു. ആ സമ്പത്ത് യഥാർത്ഥ രൂപത്തിലല്ല നമ്മളത് വിനിയോഗിക്കുന്നത്, മറ്റൊരു രൂപത്തിലാണ്. നമ്മൾ അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും വിനോദങ്ങൾക്കോ മറ്റോ മാത്രമായിട്ട് നമ്മളതിനെ ചിലവഴിക്കുകയാണ്. അങ്ങനെ ചിലവഴിച്ചുകൊണ്ടേയിരിക്കും. ആ പൈസ ഇങ്ങനെ വരുന്നു, നമ്മളതിങ്ങനെ ചിലവഴിക്കുന്നു. എന്നാൽ ഈ ഒരു അവസരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരീക്ഷിക്കുകയാണ്. ആ പൈസ കുറച്ച് പിടിച്ചു വെക്കുന്നു. ഉദാഹരണത്തിനാണ്, ആ പണം അല്പം പിടിച്ചു വെക്കുന്നു. അപ്പോൾ നമ്മൾക്കൊരു ചിന്ത വരുന്നു, ആ പൈസ അവിടെ നിന്നല്ലോ, ഇപ്പം കുറച്ചേ ലഭിക്കുന്നുള്ളല്ലോ, അപ്പോൾ അതിങ്ങനല്ല ചിലവഴിക്കേണ്ടത്, ഇങ്ങനെയാണ് ചിലവഴിക്കേണ്ടത്. നമ്മൾ ആ സമ്പത്തിൻ്റെ വരവിനെക്കുറിച്ചും ചിലവഴിക്കലിനെ കുറിച്ചും ചിന്തിക്കാൻ ഇത് കാരണമാകുന്നു. ഹറാമിൽ മാത്രം, ഹറാമുകൾ കണ്ടുകൊണ്ട്, വിനോദങ്ങൾ മാത്രം കണ്ടുകൊണ്ട് കണ്ണിനെ നാം ഉപയോഗിക്കുന്നുവെങ്കിൽ കണ്ണിൻ്റെ കാഴ്ച അല്ലാഹു സുബ്ഹാനഹു വ തആല പിടിച്ചു വെക്കുന്നു കുറച്ച് നേരം, അല്ലെങ്കിൽ കുറച്ച് കാഴ്ച പരിമിതി വരുത്തുന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നു, എന്തുകൊണ്ട് എനിക്കിത് വരുന്നു? കാരണം ഞാൻ ഇന്നാലിൻ്റെ കാര്യങ്ങൾ മാത്രം അതിൽ ചിലവഴിച്ചത് കാരണത്താലാണ്. അപ്പോൾ നമ്മളതിനെ തൊട്ട് പിന്മാറാൻ കാരണമാകുന്നു. നമ്മൾ മുമ്പ് പറഞ്ഞതാണ്, ദുന്യാവ് ഇങ്ങനെ ഒരാൾക്ക് പൂർണ്ണമായിട്ട് ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ അതിലിങ്ങനെ അഭിരമിച്ചുകൊണ്ടേയിരിക്കും. ഇടയ്ക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴാണ് ഇത് നീങ്ങിപ്പോകാനുള്ളതാണെന്നുള്ള ചിന്ത വരുന്നത്. അതേപോലെ സമ്പത്ത് അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ നമ്മൾ വഴിക്കേടിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ആ സഞ്ചാരം കൂടുതൽ നീണ്ടുപോവുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലോ, അല്ലേ, സനസ്തദ്രിജുഹും മിൻ ഹൈസു ലാ യഅലമൂൻ. അല്ലെങ്കിൽ പലതവണ ഇങ്ങനെ വഴിക്കേടിലാകുമ്പോൾ അല്ലാഹു അവർക്ക് കയറിങ്ങനെ ഊരിക്കൊടുക്കും, എത്ര വെച്ചാൽ പോട്ടെ എന്നുള്ള രൂപത്തിൽ. ആ പോക്കാണ്ട് പോയാൽ കൂടുതൽ വഴികേടിലേക്കാണ് പോവുക. പക്ഷേ അതേസമയം ഒരു പിടുത്തം പിടിച്ചാൽ ആയിട്ടില്ല, അവിടെ നിൽക്കി എന്നുള്ള രൂപത്തിൽ ഒരു പിടുത്തം പിടിച്ചാൽ ആ മനുഷ്യന് ചിന്തിക്കാനൊരു സമയം കിട്ടുന്നു. അതെ, ഞാനിപ്പോൾ ഈ പോകുന്ന പോക്ക് ശരിയല്ല, ഇതിലൊരു വീണ്ടും വിചാരം നടത്തണം എന്നുള്ളൊരു ചിന്ത. അപ്പോൾ ഈ നിയമത്ത് നീങ്ങിപ്പോവുക, അല്ലെങ്കിൽ നിയമത്തിൽ നിന്ന് തടസ്സം ഉണ്ടാവുക എന്നുള്ളതും അള്ളാഹുവിൽ നിന്ന് വരുന്ന ഒരു അനുഗ്രഹമാണ്. ഓക്കെ, അപ്പോൾ ശുക്ർ ചെയ്യാവുന്നതാണ്. അപ്പോൾ തന്നെ ശുക്ർ എന്ന് പറയുന്നത് മനുഷ്യന് വേണ്ടിയിട്ടാണ്, അല്ലാതെ അള്ളാഹുവിന് വേണ്ടിയിട്ടല്ല. നമ്മൾ പലതവണ പറഞ്ഞതാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഒന്നും ഒരു വിഷയമല്ല. ഒരാൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ എല്ലാവരും ലൗഅന്ന അവ്വലക്കും ആഖിറക്കും ഇൻസക്കും ജിന്നക്കും എല്ലാവരും കൂടി അലാ അത്ഖാ ഖൽബി റജുലിൻ വാഹിദി മിൻകും, നിങ്ങളിൽ നിന്നുള്ള ഏറ്റവും ഭയങ്കര തഖ്വയുള്ള ഒരാളായാലും ലാ യസീദു ഫീ മുൽക്കിഹി ഷൈഅ, അള്ളാഹുവിൻ്റെ അധികാരത്തിലൊന്നുമില്ല, ഒന്നും കൂട്ടൂല. ഫോളോവേഴ്സ് കൂടുന്നതിനനുസരിച്ച് അധികാരം കൂടുന്ന ഒരു ആളല്ല, അല്ലെങ്കിൽ ഒരു അധികാരിയല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്നാൽ കുറയുന്നതിനനുസരിച്ച് അള്ളാഹുവിൻ്റെ അധികാരം കുറയോ? എല്ലാവരും കൂടി അഫ്ജറായ ഏറ്റവും വലിയ തമ്മാടിയുടെ ഹൃദയത്തിലായാലും ലാ യൻഖുസു ഫീ മുൽക്കിഹി ഷൈഅ, അത് അള്ളാഹുവിൻ്റെ അധികാരം സ്ഥായിയായിട്ട് നിലനിൽക്കുന്നതാണ്. വമൻ യശ്കുർ ഫഇന്നമാ യശ്കുറു ലിനഫ്സി, ആരെങ്കിലും ശുക്ർ ചെയ്യുകയാണെങ്കിൽ അത് അവൻ്റെ നഫ്സിന് വേണ്ടിയിട്ടാണ്, അവൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ശുക്ർ ചെയ്യുന്നത്. നന്ദികേടാണെങ്കിൽ അതും അവനെ തന്നെ ബാധിക്കുന്നതാണ്. അള്ളാഹുവിന് ഇതൊന്നും പ്രത്യേകിച്ച് അത് ആവശ്യങ്ങളൊന്നുമില്ല. വമാ അലല്ലാഹി ബി അസീസ്, പലതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. ചിലപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ഹിബുക്കും വയഅതി ബിഖൽഖിൻ ജദീദ് വമാ അലല്ലാഹി ബി അസീസ്, ഖുർആനിൽ കാണാം. നിങ്ങളെ എന്തെങ്കിലും നന്ദികേട് കാണിച്ചാൽ നിങ്ങളെ തന്നെ ഒഴിവാക്കി വേറൊരു സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരും. ഇതൊന്നും അല്ലാഹുവിൻ്റെ കാര്യമല്ല. അല്ലെങ്കിൽ പലതവണ ശിക്ഷകളെക്കുറിച്ച് സംസാരിക്കുന്നിടത്ത്, നന്മകളെക്കുറിച്ച് സംസാരിക്കുന്നിടത്തൊക്കെ അല്ലാഹു അത് പറയും. ഇതൊന്നും അല്ലാഹുവിന് വലിയ കാര്യങ്ങളല്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണാധികാരിയാണ്.
ഓക്കെ. അപ്പോൾ ശുക്ർ എന്നുള്ളതാണ്, നന്ദി ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ മനസ്സുകൊണ്ട്, പ്രവർത്തനം കൊണ്ട്, നമ്മുടെ വാക്കുകൾ കൊണ്ട് അള്ളാഹുവിന് നന്ദി ചെയ്യുക. നമുക്ക് എന്തെങ്കിലും അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന ആൾക്ക് നന്ദി ചെയ്യുക. ഇതൊക്കെ അള്ളാഹുവിൻ്റെ നിയമത്തുകൾ, അള്ളാഹുവിൻ്റെ ശുക്ർ പെട്ടത് തന്നെയാണ്. ഒരാളെന്തെങ്കിലും നമ്മുടെ കാര്യം ചെയ്തു തന്നാൽ ജസാഖ് അല്ലാഹു ഖൈറ എന്നതാണ് ഏറ്റവും വലിയ നന്ദി എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ നന്ദിയുള്ള അടിമകളായി മാറുക. വഫഖന അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.